ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൗൾ ബീച്ചും പിന്നെ അവിടുത്തെ കാഴ്ചകളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കൗൾ ബീച്ച്. നെപ്റ്റ്യൂൺ സ്റ്റെയർകേസിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ബെന്നവിസിന്റെ അതാണെന്ന് തോന്നുന്നു. ബെന്നവിസ് മഞ്ഞ് മൂടിക്കിടക്കണ അവിടെ ബാക്കിലുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കൗൾ ബീച്ച്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ബീച്ച് ഇറങ്ങി കിടക്കണ ഭയങ്കര കാമൻ ക്വയറ്റ് ബീച്ചാണ്. ഇവിടുന്ന് നല്ല നൈസൊരു വ്യൂ ആണ്. ഒരുവിധപ്പെട്ട എല്ലാ മറ്റേ മലനിരയുടെ നല്ലൊരു വ്യൂസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നതിന് വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയൊരു ഷിപ്രക്ക് ഉണ്ട്. അത് ഈ ഷോറിൽ വന്നിട്ടാണ് അവിടെ അടിഞ്ഞേക്കണത്. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നേക്കണതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശസ്തമായിട്ടുള്ളൊരു ഷിപ്രക്ക് ഉണ്ടായിരുന്നു. ഷിപ്രക്കല്ല, അടിഞ്ഞതാണ്. അപ്പോൾ അത് എന്താ പറഞ്ഞാൽ കോർട്ടാച്ച് ഷിപ്രക്ക് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നു. ഞങ്ങൾ വന്നവഴിക്ക് വേറൊരു ഷിപ്രക്ക് അടിച്ചിട്ടുണ്ട്. ഇതൊരു ബോട്ട് വന്നിട്ട് ഏതോ കാറ്റത്തൊന്ന് അടിഞ്ഞായിരിക്കണം മിക്കവാറും. അപ്പോൾ ആ ഒരു സ്പോട്ടും കൂടി വിസിറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നേക്കണത്. ഇതാണ് ആ ഷിപ്രക്കിന്റെ സംഭവം. ഇതൊരു ഫോട്ടോഗ്രാഫിക് പോയിന്റ് ആണ്. മെയിനായിട്ട് കുറെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവിടെ ഒരു അമ്മാവനെ കാണാം ഫോട്ടോ എടുക്കാൻ വന്നേക്കടെ. ഇതിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ സ്പ്രിംഗ് എന്നാണ്. ഇത് 1975 പണിയെടുപ്പിച്ചാണ്. ഒരു ഷിപ്പിംഗ് വെസലാണിത്. അപ്പോൾ ഇത് ആ സമയത്ത് നല്ല ഷിപ്പിംഗ് വെസലായിട്ടൊക്കെ നല്ല ഉണ്ടായി. പിന്നെ അതിനുശേഷം അത് ഓഫ് ഷോർ ചെയ്തു എന്ന് പറഞ്ഞത്. ഇതൊരു റെസ്റ്റോറന്റ് ആക്കാനായിട്ടുള്ള എന്തോ പ്ലാൻ ആക്കിയിട്ട് ഓഫ് ഷോർ ചെയ്തു. പിന്നെ അങ്ങനെ ഷോറിലിത് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഹുക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഏതോ ഒരു മൂറിങ്സിൽ ഹുക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്താണ് ഏതോ 2011 ഏതോ ഒരു കൊടുങ്കാറ്റ് വന്നിട്ട് അത് ഈ തീരത്തേക്കൊന്ന് അടിഞ്ഞെന്നാണ് പറയണത്. കുറെ പേര് ഗ്രാഫിറ്റി ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇത് ഫുള്ള്. ഇതാണ് സംഭവം. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഈ തടിയുടെ വർക്കും ഒക്കെ കാണാൻ പഴയ ചെയ്തേക്കണ സംഭവങ്ങളുടെ. ഇതാണ് ഇത്. ജസ്റ്റ് ചുറ്റും നടന്നൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഇതാണ് കാണാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വെസലാട്ടോ. കണ്ടോ, ഏകദേശം 10-15 കൊല്ലത്തോളമായിട്ട് ഇതിങ്ങനെ ഈ ഷോറിൽ കിടക്കുക. ആദ്യമായിട്ട് കപ്പലിന്റെ അടിഭാഗം കാണുന്നത്. വലിയൊരു മീഡിയം ഉള്ളൊരു കപ്പലാണ്. എനിക്കതിന് ആങ്കറിന്റെ ഇതാണ് ഇതിന്റെ ചുറ്റുമുള്ള പരിപാടികൾ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലോക്കിലേക്ക് വരണ ഏതോ കനാലിൽ നിന്ന് തന്നെ വെള്ളമായത് സംഭവം ആണ്. ഇതിൻ്റെ ഇങ്ങനെയുള്ള വ്യൂ, നൈസ് വ്യൂ കേട്ടോ. ഇതാണ് ആ കനാലിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ ഇങ്ങ് വരുക. അവിടെ നോക്കിയാൽ കാണാം. നൈസ് വ്യൂ ആണ്. അടിപൊളിയാണ്. നല്ല തണുപ്പാണ്. ഇതാണ് കനാലിൽ നിന്നുള്ള വെള്ളം. ഇപ്പോഴും Thanks for watching. See you on my next video. Bye.